نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اتقوا الله عباد الله. സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനി, പരമകാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും എന്നോടെന്ന പോലെ ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിയാത്തവരായി, പഠിക്കാത്തവരായി മുസ്ലിം സമൂഹത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു മാസം, പ്രത്യേകിച്ച് ബലിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് ആ മഹാനായ പ്രവാചകന്റെ ചരിത്രം കൂടുതൽ അയവിറക്കുന്ന, ഓർമ്മിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ആരാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം? പലരോടും ഇബ്രാഹിം നബിയെക്കുറിച്ച് ചോദിച്ചാൽ ബാഹ്യമായ ചില അറിവുകൾക്കപ്പുറം എന്താണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന് പഠിപ്പിച്ച ആദർശമെന്ന് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വലിയൊരു വിഭാഗത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളത് അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പ്രാഥമികമായ ചില ചർച്ചകൾക്കപ്പുറം അവരിൽ പലരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതവും സന്ദേശവും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കാത്തതായി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിനം പോലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു പോകുന്നില്ല. നമ്മളൊക്കെ ചൊല്ലുന്ന സ്വലാത്ത്, ആ സ്വലാത്തിന്റെ പേര് തന്നെ ഇബ്രാഹീമിയ സ്വലാത്ത് എന്നാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിൽ അസ്ബഹന അലൽ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തുൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. രാവിലെയും വൈകുന്നേരവും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ
ഒരു വിശ്വാസി ഇബ്രാഹിം മില്ലത്തിലേക്ക് റബ്ബേ നീ ചേർത്ത് നിർത്തണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുള്ള എന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകി ആദരിച്ച പ്രവാചകനാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. മക്ക എന്ന പ്രദേശത്ത് ജനവാസത്തിന് തുടക്കക്കാരനായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതേപോലെ തന്നെ അള്ളാഹു മലക്കൂത്ത് കാണിച്ചു കൊടുത്ത പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കപ്പെട്ട പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത് ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. ഒരു സമൂഹമെന്ന് ഒരു വ്യക്തിയെ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികളിൽ ഒരാൾ അഭിസംബോധന ചെയ്യുകയാണ്, യാ ഖൈറൽ ബരിയ, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായവനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശേഷണമാണ്, എന്നെ അത് വിളിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഉലുൽ അസ്മിൽപ്പെട്ട സെമിറ്റിക് മതങ്ങളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന അബുൽ അംബിയ, അംബിയാക്കളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ അവൻ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് തിരിച്ചറിയണം. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യമുണ്ട്, വമയ്യർഅബു അം മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു. ആരുണ്ട് ഇബ്രാഹിം നബിയുടെ മാർഗത്തെ തള്ളിക്കളയുന്നവനായി? ആ തള്ളിക്കളയുന്നവനെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് വിഡ്ഢിയെന്നാണ്. വിഡ്ഢിയായവനല്ലാതെ, സ്വയം വിഡ്ഢിയായവനല്ലാതെ ആര് ഇബ്രാഹിം നബിയുടെ മാർഗത്തെ തള്ളിക്കളയും? എന്നിട്ട് ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിന്റെ പ്രത്യേകത പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ. ഈ ദുനിയാവിൽ ഏറ്റവും ഉത്കൃഷ്ടനായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. പരലോകത്ത് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. അപ്പൊ ഈ ലോകത്ത് ഉന്നതമായ സ്ഥാനം, പരലോകത്തും ഉന്നതമായ സ്ഥാനം. അങ്ങനെയുള്ള പ്രവാചകന്റെ മാർഗമാണ് മില്ലത്ത് ഇബ്രാഹിം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഒട്ടനവധി അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പിൻപറ്റണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബിയെ ഖുൽ സ്വദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിൻപറ്റി ഒരു വിശ്വാസി ഞാൻ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പ്രഖ്യാപിക്കാൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ പ്രവാചകനോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അനിത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം നബിയുടെ മാർഗത്തെ മില്ലത്തിനെ പിൻപറ്റണം. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിന്റെ പ്രത്യേകത, അതിൽ വളവുകളില്ല, വളച്ചുകെട്ടലുകളില്ല, ഒരു വളഞ്ഞ വഴിയില്ല. പലപ്പോഴും ആളുകൾ പല രംഗത്തും യഥാർത്ഥ മാർഗം വിട്ട് വളഞ്ഞ വഴിയിലൂടെ കാര്യസാധ്യം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ പടച്ചറബിനോട് നേരിട്ട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം മഹാന്മാരുടെ ഹക്ക് കൊണ്ട് ജാഹ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ അവരോട് അള്ളാഹു അല്ലാത്തവരോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നു. എന്നിട്ട് അവർക്ക് ചില ന്യായീകരണങ്ങൾ അതിനുവേണ്ടി പറയാനുണ്ട്. അവർ പറയാനുള്ള ഒരു ന്യായീകരണം അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാനുള്ള യോഗ്യത അവർക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാദം അത് പരിശുദ്ധ ഖുർആനിനെതിരാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ വളഞ്ഞ വഴികളിലൂടെ കാര്യസാധ്യം നേടാൻ സാധിക്കുന്ന ആളുകളാണ് പടച്ചറബിനെ വിട്ട് ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും അമ്മമാരുടെയും ഉമ്മമാരുടെയും ഒക്കെ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ തിരിഞ്ഞു പോകുന്നത്. എന്നാൽ ഇബ്രാഹിം നബിയുടെ മാർഗം അതല്ല, അത് ഹനീഫാണ്, ഋജുവായ മാർഗമാണ്, വക്രതയില്ലാത്ത മാർഗമാണ്, വളച്ചുകെട്ടലുകളില്ലാത്ത, ഏറ്റിൽ കുറച്ചിലുകളില്ലാത്ത മാർഗമാണ് ഇബ്രാഹിം നബിയുടെ മാർഗം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ആ ഇബ്രാഹിം നബിയുടെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സമൂഹമായിരുന്നു. ഒരു സമൂഹത്തിലെ ഒരു ജനത ഒന്നായി ചെയ്യുന്ന പ്രവർത്തനം
മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട്. പ്രാചീന ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിലെ ഒരു ബിംബക്കച്ചവടക്കാരനായ ബാപ്പിയുടെ പുത്രനായിക്കൊണ്ടാണ് നമ്മളൊക്കെ പഠിച്ചതുപോലെ മനസ്സിലാക്കിയതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനിക്കുന്ന നാട്ടിൽ അവിടെ അഗ്നികുണ്ടാരമുണ്ടാക്കി ഇബ്രാഹിം നബിയെ തീയിലേക്ക് എറിഞ്ഞ നമ്രൂദ് അവിടെ ജീവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരാളുടെയും സപ്പോർട്ടില്ല. സ്വന്തം കുടുംബത്തിൽ നമ്മൾ പറയാറുണ്ട്, കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എനിക്കുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുടുംബത്തിന്റെ സപ്പോർട്ടില്ല, കുടുംബത്തിന്റെ പിന്തുണയില്ല. ഇനി ഭരണാധികാരിയുടെ പിന്തുണ അതും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനില്ല. നാട്ടുകാരുടെ പിന്തുണയില്ല, കൂട്ടുകാരുടെ പിന്തുണയില്ല. എല്ലാം കൊണ്ട് ഒറ്റയാനായി നിൽക്കുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടും തെറ്റിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുന്നിലുണ്ട്. സമൂഹമെതിരാണ്, നാട്ടുകാരെതിരാണ്, വീട്ടുകാരെതിരാണ്. ഇപ്പൊ നമ്മൾ ചില ആളുകൾ പറയാറുള്ള ഒരു ന്യായീകരണം, എന്തുകൊണ്ടാ വൃത്തികേട് നീ ചെയ്തു, എന്തുകൊണ്ടാ തോന്നിവാസൽ നീ പെട്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പറയുന്ന ഒരു ന്യായീകരണം നമുക്ക് കാണാൻ സാധിക്കും. അത് എല്ലാ സാഹചര്യവും എനിക്കെതിരായിരുന്നു എന്നാണ്. ശരിയാണ്, സാഹചര്യം മനുഷ്യരെ തെറ്റുകളിലേക്ക് ആപതിപ്പിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് നമ്മൾ പഠിക്കേണ്ടത്. എല്ലാവരും എതിരായിരുന്നിട്ടും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റയ്ക്ക് ഒരു തിന്മകളിലും ആപതിക്കാതെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ വ്യതിരക്തമാക്കുന്നത്. ചില ആളുകളോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നീ ജാറത്തിൽ പോയത്, എന്തുകൊണ്ടാണ് നീ മന്ത്രിച്ചൂതിയത് നിന്റെ ശരീരത്തിൽ ബന്ധിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തെ കൂട്ടി അജ്മീറിലും നാഗൂരിലും പോയത്, അതൊക്കെ ശിർക്കല്ലേ, അതൊക്കെ ഒരിക്കലും നീ ചെയ്യാൻ പാടില്ലാത്തതല്ലേ, ഒരു മുസ്ലിമിന് അന്യമായ വിശ്വാസമല്ലേ എന്ന് ചില മനുഷ്യരോട് ചോദിച്ചാൽ അവര് പറയും, എന്റെ കുടുംബക്കാരങ്ങനെയായി പോയി, എന്റെ വീട്ടുകാരങ്ങനെയായി പോയി, എന്റെ ഭാര്യയുടെ വീട്ടുകാരങ്ങനെയായി പോയി, എനിക്ക് അവരെ എതിർക്കാനുള്ള ഒരു വോയിസ് ഇല്ല, ശബ്ദമില്ല, എനിക്ക് പറയാനുള്ള ഒരു ചാൻസ് ഇല്ല എന്നൊക്കെ അതിന് ന്യായീകരണമായി പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് അവർ പഠിക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ എല്ലാവരും എതിര് നിന്നിട്ടും ഒറ്റയ്ക്കൊറ്റയാനായി തൗഹീദ് തന്റെ നെഞ്ചിലേറ്റി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊരുതിയത് ഒരു സമൂഹത്തോടായിരുന്നില്ല, ഒട്ടനവധി സമൂഹത്തോട് ഒന്നായി പൊരുതിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം പഠിക്കാനാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വല്ലാത്തൊരു വാക്കുണ്ട്, ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഅ മിൻകും വബിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. പരിശുദ്ധ ഖുർആൻ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത് ഖാലൂ ലിഖൗമിഹിം, തന്റെ സമൂഹത്തോട്. എങ്ങനെയുള്ള സമൂഹം? ശിർക്ക് ചെയ്യുന്ന, പടച്ചറബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആ പടച്ചറബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ബിംബങ്ങൾ കൊത്തിയുണ്ടാക്കുന്ന, എതിർക്കുന്നവരെ കൊന്നുകളയുന്ന ഒരു സമൂഹത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ദൈവങ്ങളെ ആരാധിക്കാൻ വേണ്ടി അവർ വിളിച്ചപ്പോൾ, ഭീഷണി മുഴക്കിയപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഇത് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഅ മിൻകും, ഇല്ല, അതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ ആരാധിക്കുന്ന സകല ആരാധന്മാരെയും ആരാധിക്കാൻ എന്നെ കിട്ടുകയില്ല. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരെ ആരെയും ആരാധിക്കാൻ ഇബ്രാഹിം എന്ന ഞാനുണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിമിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു വാചകം, അദ്ദേഹം പത്തൻ, ഒരു യുവാവായിരുന്നു എന്നാണ്. യുവത്വത്തിന്റെ ഓജസ്സിൽ, യുവത്വത്തിന്റെ തേജസ്സിൽ പടച്ചറബ്ബിനെ മാത്രം ആരാധിക്കാൻ തന്റെ യുവത്വകാലം ഒഴിച്ചുവെച്ച മഹാനായ പ്രവാചകനെ പരിശുദ്ധ ഖുർആൻ ആ യുവത്വത്തിന്റെ മാതൃകയായി നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ, ഇന്ന് സകല തിന്മകളിലും സകല വൃത്തികേടുകളിലും അമ്പരമിച്ച് ഇതെന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ പ്രശ്നമാണ്, എന്റെ പ്രായത്തിന്റെ പ്രശ്നമാണ് എന്നൊക്കെ ന്യായീകരണം പറയുന്നവരെ അവർ പഠിക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാഠമാണ്. ഇബ്രാഹിം നബി തന്റെ യുവത്വം മാറ്റിവെച്ചത് തിന്മകൾ ചെയ്യാനല്ല, വൃത്തികേടുകൾ ചെയ്യാനല്ല, സമൂഹത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകാനല്ല. പരിശുദ്ധ ഖുർആൻ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു, മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. നരകത്തിലേക്ക് ഇടപെടുന്നവരോട് നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കും, മാ സലകകും ഫീ സഖർ,
എന്തുകൊണ്ട് ഈ സഖർ എന്ന നരകത്തിൽ നീ പ്രവേശിച്ചു? പല മറുപടികൾ അവർ പറയുന്നുണ്ട്. ഒന്ന്, കാലൂലം നക്കുമിനൽ മുസല്ലീൻ, അവർക്ക് നമസ്കരിക്കാൻ സമയമുണ്ടായിരുന്നില്ല. ജീവിതത്തിൽ പല തിരക്കുകളുടെ പിന്നാലെ ഓടി, ദുനിയാവിന്റെ പിന്നാലെ ഓടി, നമസ്കരിക്കാൻ സമയമുണ്ടായിരുന്നില്ല. ഒരു കാരണം അതാണ്. വലം നക്കുനു തുഅമിൽ മിസ്കീൻ, വിശന്നവൻ തന്റെ ഒട്ടിയ വയറുമായി ഭക്ഷണം തേടി അവന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഒരു 10 രൂപ കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്ത് അവന്റെ വിശപ്പകറ്റാനുള്ള മാർഗം അവന്റെ മുന്നിലുണ്ട്. പക്ഷേ അവനത് ചെയ്തില്ല. മൂന്നാമത്തെ ഒരു കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നു, വകുന്നാ നഹൂദു മഅൽ ഖായിലീൻ, ആളുകളുടെ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ ഒഴുകുമായിരുന്നു. ആളുകൾ ഒഴുകുന്നതിനനുസരിച്ച് അവരും ഒഴുകുമായിരുന്നു. കൂട്ടുകാരുടെ കൂടെ കൂടി അവനും തോന്നിവാസം ചെയ്തു, ബന്ധുക്കളുടെ കൂടെ കൂടി അവനും ആ വൃത്തികേട് ചെയ്തു. ആളുകളുടെ കൂടെ കൂടുമ്പോൾ അവർ ഏത് വൃത്തികേടാണോ ചെയ്യുന്നത്, ഏത് തോന്നിവാസമാണോ ചെയ്യുന്നത്, അങ്ങനെ കൂടെ കൂടികളായി അവർ തോന്നിവാസങ്ങളിലും വൃത്തികേടുകളിലും മുഴുകിയത് നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണമായി നരകവാസികൾ പഠിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് പല ആളുകൾക്ക് സംഭവിക്കുന്ന അബദ്ധം അതാണ്. ചിലപ്പോൾ നല്ല ആളുകളെ കൂടെ കൂടുമ്പോൾ നന്മകളൊക്കെ ചെയ്യും. പക്ഷേ ചില കൂട്ടുകെട്ടുകളും ചില ബന്ധുമിത്രാദികളും ചില സുഹൃത്തുക്കളുടെയും ഒക്കെ കൂടെ അവർ കൂടുമ്പോൾ ഏത് തിന്മയാണ് അവർ മാറ്റിവെച്ചത്, ഏത് തിന്മയാണ് അവർ ഗൗരവമായി കണ്ടത്, ആ തിന്മ ഒരു ഗൗരവമല്ലാതെ കാണുകയും ആ തിന്മകളുടെ ആളായി അവർ മാറുകയും ചെയ്യും. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, വകുന്നാ നഹൂദു മഅൽ ഖായിലീൻ, ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്നവരായിരുന്നു എന്നാണ്. എന്നാൽ അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വ്യതിരക്തമാകുന്നത്. നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം, സമൂഹം മുഴുവൻ ഒന്നായി ഇബ്രാഹിം നബിക്കെതിരെ തിരിഞ്ഞു നിന്നിട്ടും തന്റെ ആദർശം നെഞ്ചിലേറ്റിക്കൊണ്ട് ഒരിക്കലും ഒരു തോന്നിവാസത്തിന് പോകാതെ, ശിർക്കിന്റെ പിന്നാലെ പോകാതെ, കുഫറിന്റെ പിന്നാലെ പോകാതെ, സ്വന്തം പിതാവ് പോലും ബിംബാരാധകനായിട്ടും ആ ബിംബാരാധനയുടെ വഴിയിൽ പോകാതെ തന്റെ ആദർശം നെഞ്ചിലേറ്റി അടിയുറച്ചു നിന്ന ഇബ്രാഹിം നബിയുടെ ജീവിതമാണ് നമുക്ക് മാതൃക. ഇപ്പോൾ ചില സഹോദരിമാരെ നമുക്ക് കാണാൻ സാധിക്കും, നല്ല ആദർശമുള്ള, പടച്ചറപ്പിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ച കുടുംബം. പക്ഷേ വിവാഹം കഴിച്ചയച്ചത് ശിർക്ക് ചെയ്യുന്ന ചില വീടുകളിലേക്കായിപ്പോയി എന്ന കാരണത്താൽ ഭർത്താവ് അങ്ങനെയായിപ്പോയി, ഭർത്താവിന്റെ വീട്ടുകാരങ്ങനെയായിപ്പോയി. അതുകൊണ്ട് ആദ്യമൊക്കെ ഒന്ന് പിടിച്ചു നിന്നു, പിന്നെ പതുക്കെ പതുക്കെ അവരുടെ ആളുകളായി അവർ ചെയ്യുന്ന മൗലീദുകളുടെയും റാത്തീബുകളുടെയും തോന്നിവാസങ്ങളുടെയും ഒക്കെ പിന്നാലെ അതിന്റെ ആളുകളായി പതുക്കെ പതുക്കെ മാറുക. ഇല്ല, ഒരു മുസ്ലിം മാറുകയില്ല. എത്ര വർഷം കഴിഞ്ഞാലും തന്റെ ആദർശത്തിൽ നിന്ന് ഒരു അന്യകിട വ്യതിചലിക്കാൻ ആരൊക്കെ എതിരായിക്കോട്ടെ ഒരു വിശ്വാസി മാറുകയില്ല. അതാണ് മുസ്ലിം, അതാണ് മില്ലത്ത് ഇബ്രാഹിം. ചരിത്രത്തിലേക്ക് വന്നാൽ നമുക്ക് കാണാം, ഉമ്മു ഹബീബ റളിയല്ലാഹുവിന്റെ ചരിത്രം വായിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയും ഭർത്താവായ ഉബൈദില്ലാഹ് ഇബ്നു ജഹ്ഷും ഹിജ്റ പോവുകയാണ്. എന്തിനാ ഹിജ്റ പോകുന്നത്? മറ്റൊരു നാട്ടിൽ പോയി മുസ്ലിമായി ജീവിക്കാൻ. ആ നാട്ടിലേക്ക് കാല് കുത്തേണ്ട താമസം കൂടെയുള്ള ഭർത്താവായ ഉബൈദില്ലാഹ് ഇബ്നു ജഹ്ഷ് ഇസ്ലാം മതത്തെ കൈയൊഴിഞ്ഞ് ക്രൈസ്തവരുടെ ആളായി മാറുന്നു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഒറ്റപ്പെടുകയാണ്. കൂടെ ആരുമില്ല, ബന്ധുക്കാരില്ല, വീട്ടുകാരില്ല, കുടുംബക്കാരില്ല. ഒരു സ്ത്രീയാണ്, ഒരു പെണ്ണാണ്. ആരുമില്ലാത്ത ഒരു അന്യനാട്ടിൽ ഭർത്താവാകട്ടെ വേറെ ആദർശത്തിന്റെ വക്താവായി വഴിമാറിപ്പോയി. എന്ത് ചെയ്യണം? ഭർത്താവിന്റെ ആദർശം സ്വീകരിക്കണോ, അതല്ല ഈ നാട്ടിൽ ഒറ്റപ്പെട്ടു നിൽക്കണോ? എന്താണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്? പിഴച്ച ആദർശത്തിന്റെ പിന്നാലെ പോയില്ല. അവിടെ ഒറ്റയ്ക്കാണെങ്കിലും അടിയുറച്ചു നിന്നു. ആ അടിയുറച്ചു നിൽക്കാനുള്ള മനസ്സുണ്ടാകണമെന്നവ ഏറ്റവും ഉജ്ജ്വലമായ സന്ദേശമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ സാഹചര്യം അങ്ങനെയായിപ്പോയി, നാട്ടുകാരങ്ങനെയായിപ്പോയി ഒരു മുസ്ലിം പറയാൻ പാടില്ല. മറിച്ച് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തന്റെ ഈമാൻ ജ്വലിപ്പിച്ചു നിൽക്കാൻ, ആ ഈമാനിനെ മുറുകെ പിടിക്കാൻ, തന്റെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാവുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് തൗഹീദായിരുന്നു. ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വലം യക്കു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ, ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. 80 വയസ്സ് വരെ ഇബ്രാഹിം നബിക്ക് മക്കളില്ല. 80 വയസ്സ് വരെ ഇബ്രാഹിം നബിക്ക് മക്കളില്ല. നമ്മൾ ആലോചിക്കണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ 80 വർഷത്തിനിടയ്ക്ക് ഇന്ന ജാറത്തിൽ ഒരുപാട് പ്രവാചകന്മാർ മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജാറത്തിൽ ഒന്ന് പോയി പ്രാർത്ഥിച്ചു നോക്കാം. ഏതെങ്കിലും ഒരു മക്കബറകളിൽ പോയി പ്രാർത്ഥിച്ചു നോക്കാം. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ മുന്നിലേക്ക് പോകാം. 80 വയസ്സ് വരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ 80 വയസ്സിന്റെ സമയത്തും മക്കളില്ലാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രയാസത്തിൽ ക്ഷമിച്ചു നിന്നു.
അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ചെന്നാൽ ഒരു മന്ത്രിച്ച തകടിൽ എന്തെങ്കിലുമൊക്കെ എഴുതി, അതല്ലെങ്കിൽ ചില തകടുകൾ എന്തെങ്കിലുമൊക്കെ എഴുതി കെട്ടിത്തൂക്കി, ചില ചരടുകൾ എന്തെങ്കിലുമൊക്കെ എഴുതി കെട്ടിത്തൂക്കി, ഇന്ന ഉസ്താദിനൊന്ന് കണ്ടാൽ ചില ആളുകൾ പറയും ഇന്ന ജാറത്തിലൊന്ന് പോയി നോക്ക്, അവിടെ ഒരു പഴക്കുല നേർച്ചയാക്കി നോക്ക്, ഇന്ന ജാറത്തിൽ ഒരു മരമുണ്ട്, അവിടെ ഒരു തൊട്ടിൽ കെട്ടി നോക്ക്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് കേൾക്കുമ്പോ എന്തായാലും ഇത്ര വർഷമായില്ലേ, റബ്ബിനോട് പ്രാർത്ഥിച്ചു നോക്കിയിട്ട് കാര്യമില്ല, ഇനി ഒന്ന് പോയി നോക്കാം എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ആ യാത്ര നരകത്തിലേക്കുള്ള യാത്രയാണ്. അവൻ പിന്നീട് എത്ര വർഷം അവന്റെ മനസ്സിൽ തൗഹീദ് കാത്തു സൂക്ഷിച്ചിട്ടും കാര്യമില്ല. കാരണം അവന്റെ വിശ്വാസത്തിന് അവൻ വ്യതിചലിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹൈന്ദവരായ ആളുകളുടെ അമ്പലങ്ങളിൽ പോലും മക്കളുണ്ടാകാൻ വേണ്ടി ഇറങ്ങിച്ചെല്ലുന്ന, കയറിപ്പോകുന്ന, തുലാഭാരം നടത്തുന്ന വാർത്തകളൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കച്ചവടം തുടങ്ങുമ്പോൾ പോലും ജാറത്തിൽ പോകുന്നവരും 3 ദൈവങ്ങളുടെയും ചിത്രം വെച്ചിട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും ഞാനൊരു സൗഹാർദ്ദത്തിന്റെ ആളാണ് എന്ന് ബോധ്യപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്ന ആളുകൾ ഇന്ന് പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരോട് ഇബ്രാഹിം മില്ലത്തിന് പറയാനുള്ളതില്ല, നീ മുസ്ലിം ആയിട്ടില്ല എന്നാണ്, നീ മുഅ്മിനായിട്ടില്ല എന്നാണ്, നീ ഇബ്രാഹിം മില്ലത്ത് ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ്, പഠിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തവക്കുലാക്കിയത് ജാറങ്ങളിലായിരുന്നില്ല, മക്ബറകളിലായിരുന്നില്ല, ഏലസുകളിലായിരുന്നില്ല, നൂലിലായിരുന്നില്ല, മറിച്ച് പടച്ച റബ്ബിലായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ ഏറ്റവും പ്രൗഢോജ്വലമായ പ്രഖ്യാപനമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. ഇത് എപ്പോഴാണ് ഇബ്രാഹിം നബി പറഞ്ഞത്? ജ്വലിക്കുന്ന അഗ്നികുണ്ഡാരത്തിലേക്ക് എടുത്തറിയപ്പെട്ടപ്പോഴും ഇബ്രാഹിം നബിക്ക് വിളിച്ചു പറയാനുണ്ടായിരുന്ന വാചകം ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്നാണ്. എനിക്കെന്റെ റബ്ബ് മതി. എന്തിനാണ് ഇബ്രാഹിം നബി തീയിലേക്ക് എടുത്തെറിയപ്പെട്ടത്? ആരെങ്കിലും കൊന്നിട്ടാണോ? എന്തെങ്കിലും ഓട്ടിച്ചിട്ടാണോ? ആരുടെയെങ്കിലും എന്തെങ്കിലും അപഹരിച്ചിട്ടാണോ? അല്ലല്ലോ സഹോദരങ്ങളെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദ് ഉണ്ടാക്കിയ ഏറ്റവും ശക്തമായ അഗ്നികുണ്ഡാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തെറിയപ്പെടാനുള്ള കാരണം ഈ തൗഹീദ് ജീവിതത്തിൽ ആ തൗഹീദിൽ അടിയുറച്ചു നിന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നുണ്ട്. ഹദീസുകളിൽ കാണാം, ഇബ്രാഹിം നബിയെ തീയിലേക്ക് എടുത്തെറിയപ്പെടുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ചോദിക്കുന്നു, ഇബ്രാഹിമേ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? താങ്കൾ തീയിലേക്ക് എറിയപ്പെടുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനം കാന ആഖിറു ഖൗലി ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ. ഇല്ല, എനിക്കെന്റെ റബ്ബിന്റെ സഹായം മാത്രം മതി, എനിക്കെന്റെ റബ്ബ് മാത്രം മതി, അവനാണ് വരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനെന്ന് പ്രഖ്യാപിക്കുന്ന ആ ഇബ്രാഹിം നബിയുടെ മാർഗമാണ് ഒരു വിശ്വാസി നെഞ്ചിലേറ്റേണ്ടത്. അതുകൊണ്ട് ആ ഇബ്രാഹിം നബിയുടെ മാർഗത്തെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യഥാർത്ഥ ആദർശത്തെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, ഞാനാണ് ഇബ്രാഹിം മില്ലത്തിന്റെ ആളുകൾ, ഇബ്രാഹിം മില്ലത്തിന്റെ ആള് ഞാനാണ് എന്ന് ഇബ്രാഹിം നബിയെ മനസ്സിലാക്കാതെ ചില പുറംപൂച്ചുകളിലൂടെ ഇബ്രാഹിം നബിയെ മനസ്സിലാക്കി ഞങ്ങളാണ് ഇബ്രാഹിം നബിയുടെ ആളുകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ഇബ്രാഹിം മില്ലത്തിന്റെ ആളുകളായി ആ ആദർശത്തെ നെഞ്ചിലോട് ചേർത്ത് യഥാർത്ഥ തൗഹീദിന്റെ ആളുകളായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. ഇന്ന് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പലരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച പലതിനെയും അവിടെ നാവ് കൊണ്ട് നിഷേധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി, ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വെള്ളമാണ് സംസം വെള്ളം. മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം നിങ്ങൾ എന്തിനാണോ കുടിക്കുന്നത് അതിന് നിങ്ങൾക്ക് ഫലപ്രദമാണ്, ഫലദായകമാണെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ
ചില ആളുകൾ പറയുന്നു സംസം വെള്ളത്തിന് പ്രത്യേകതയില്ല. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളെയും അവർ പറയുന്നു ഈ ഹദീസുകളെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ അവർ പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ അവർ പറയും ഇതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ഇതെന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതാണ് അവർ അതിന്റെ കാരണമായി പറയുന്നത്. ഹദീസ് സ്വഹീഹ് അല്ലാത്തത് കൊണ്ടല്ല, അതിന്റെ പരമ്പരയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് അവർ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെപ്പോലും അവർ നിഷേധിക്കാനുള്ള കാരണം അവരുടെ ബുദ്ധിക്ക്, അവരുടെ കേവലമായ ബുദ്ധിക്കും യുക്തിക്കും ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് അവൻ പഠിക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ കുറിച്ച്. ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്കറിയാം. ഭാര്യയെയും മകനെയും വിജനമായ ഒരൊറ്റ മനുഷ്യരില്ലാത്ത സ്ഥലത്ത് മക്ക എന്ന ഊശ്വരഭൂമിയിൽ കൊണ്ടുവന്ന് വിടാൻ പറഞ്ഞു. ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമാണ്. ഒരൊറ്റ മനുഷ്യരില്ലാത്ത, ജനവാസമില്ലാത്ത, ഒരു നാഗരികതയുടെ അടയാളമില്ലാത്ത ഒരു പ്രദേശത്ത്, ഭക്ഷണം കിട്ടാൻ വഴിയില്ലാത്ത, വെള്ളം കിട്ടാൻ വഴിയില്ലാത്ത ഒരു സ്ഥലത്ത് തന്റെ കുഞ്ഞിനെയും ഇണയെയും കൊണ്ടുവന്ന് ഉപേക്ഷിക്കുക ബുദ്ധിക്ക് ഒരിക്കലും യോജിക്കുന്ന ഒരു കാര്യമല്ല. പറഞ്ഞതാരാണ്? റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ആ റബ്ബ് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവിടെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഒരു കാര്യം അവിടെയില്ല. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാം റബ്ബിന്റെ കൽപ്പന അതേപോലെ അനുസരിച്ചു. പിന്നീടുള്ള കൽപ്പന അതിനേക്കാൾ പരീക്ഷണം നിറഞ്ഞൊരു കൽപ്പനയായിരുന്നു. നമുക്കറിയാം 80 വയസ്സിന് ശേഷമാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. ആ 80 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ജനിച്ച കുഞ്ഞിനെയാണ് അറുക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത്. ഇബ്രാഹിം ചോദിച്ചില്ല, റബ്ബേ ഇതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ, ഇത് ഞാൻ എങ്ങനെയാ എന്റെ ബുദ്ധിക്ക് യോജിക്കാത്ത ഈ കാര്യം ചെയ്യുക? ചോദിച്ചോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം? ഇല്ല എന്നുള്ളതാണ്. മറിച്ചൊന്നും ചോദിക്കാതെ, തിരിച്ചൊന്നും പറയാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ അള്ളാഹുവിന്റെ കൽപ്പനയോട് പ്രതികരിച്ച ഒരു പ്രതികരണം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിമേ അസ്ലിം, നീ കീഴ്പ്പെടുക. അതിന് മലയാളത്തിൽ പറഞ്ഞാൽ ഇബ്രാഹിമെ സമ്പൂർണ്ണ മുസ്ലിം ആവുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഞാനൊന്ന് ആലോചിക്കട്ടെ റബ്ബേ എന്ന് പറഞ്ഞില്ല, ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കട്ടെ, അല്ലെങ്കിൽ ഇതെന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ആലോചിക്കട്ടെ എന്നാണോ ഇബ്രാഹിമിന്റെ പ്രതികരണം? അല്ല. അള്ളാഹുവിന്റെ ഏത് കൽപ്പന വരുമ്പോഴും അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബേ ഞാനിതാ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, നിന്നെ ഞാനിതാ അനുസരിച്ചിരിക്കുന്നു, നിനക്ക് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനം. സമ്പൂർണ്ണ മുസ്ലിം ആകണം. അതുകൊണ്ട് നാമും സമ്പൂർണ്ണ മുസ്ലിം ആകണം. ചിലപ്പോൾ റമദാൻ വരുമ്പോൾ മാത്രം മുസ്ലിമായി മാറുന്ന ആളുകളുണ്ട്. റമദാനിലെ മാത്രം മുസ്ലിങ്ങൾ, വെള്ളിയാഴ്ച മാത്രം മുസ്ലിം ആകുന്ന ആളുകളുണ്ട്, പെരുന്നാളിന് മാത്രം മുസ്ലിങ്ങളാകുന്ന ആളുകളുണ്ട്, ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ മാത്രം മുസ്ലിം ആകുന്ന ആളുകളുണ്ട്. അതല്ല, ഒരു വിശ്വാസി അവൻ യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ ജീവിതകാലത്തിന്റെ ജനനം മുതൽ മരണം വരെ അവൻ യഥാർത്ഥ മുസ്ലിമായി, സമ്പൂർണ്ണ മുസ്ലിമായി മാറണം. ഇല്ലെങ്കിൽ അവൻ മില്ലത്ത് ഇബ്രാഹിമിലല്ല. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിം ആയതുപോലെ നമുക്ക് മുസ്ലിം ആകാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തവക്കുൽ ചെയ്തതുപോലെ നമുക്ക് തവക്കുൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നമസ്കാരത്തിൽ കൈകെട്ടി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിം നമസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅതി ലിമാ മനഅത വലാ യൻഫഉൽ ജദ്ദി മിൻകൽ ജദ്ദ്, അല്ലാഹുവേ തടഞ്ഞതിനെ നൽകാൻ, നീ നൽകിയതിനെ തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന പ്രാർത്ഥിക്കുന്ന മുസ്ലിം രോഗം വരുമ്പോൾ അവിടെയും ഇവിടെയും ചെന്ന് ഇന്ന ബാബുമാരുടെയും ബിയുമാരുടെയും ഒക്കെ കേന്ദ്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, മക്കളുണ്ടാകാൻ പല കേന്ദ്രങ്ങളിലേക്ക് പോയാൽ, കാര്യസാധ്യത്തിന് പല കേന്ദ്രങ്ങളിലേക്ക് പോയാൽ പിന്നീട് ആ പ്രഖ്യാപനത്തിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു, പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, അവൻ യഥാർത്ഥ മുസ്ലിം ആകണം. മില്ലത്ത് ഇബ്രാഹിം പഠിപ്പിച്ച യഥാർത്ഥ മുസ്ലിം ആകണം. അല്ലാതെ കേവലം കാനേശുമാരുടെ കോളത്തിൽ പേരെഴുതുമ്പോൾ അബ്ദുറഹ്മാനും
അബ്ദുൽ അസീസും മുഹമ്മദും പേരെഴുതി വെച്ചാൽ ആ പേര് മാത്രമേ മുസ്ലിം ആയിട്ടുണ്ടാവുകയുള്ളൂ. അവൻ അതുകൊണ്ട് മുസ്ലിം ആവുകയില്ല. അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം നമ്മൾ പഠിക്കേണ്ടത്, തവക്കുൽ പഠിക്കേണ്ടത്. ആ ത്യാഗത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ യഥാർത്ഥ ആദർശത്തെ നെഞ്ചിലേറ്റി യഥാർത്ഥ മില്ലത്ത് ഇബ്രാഹിമിന്റെ വക്താക്കളാവാൻ നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അബദ്ധങ്ങളും വീഴ്ചകളും പരമക്കാരനായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാനുള്ള മഹാ സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുക റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹു മില്ലത്ത് ഇബ്രാഹിമിന്റെ വക്താക്കളായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് വിശ്വാസികളായി മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഅഫറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹു അവരുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കുക റഹ്മാനെ. അല്ലാഹു ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹു പല സഹോദരങ്ങൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരുടെ രോഗങ്ങളെ നീ അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുക റഹ്മാനെ. സാമ്പത്തികമായും മാനസികമായും ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹു അവർക്ക് നീ ആശ്വാസത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ മുഖാമ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين برحمتك يا أرحم الراحمين. والصلاة والسلام على أشرف المرسلين. الحمد لله رب العالمين.